നിങ്ങൾക്കറിയാമല്ലോ, എത്ര നാരസ്തു പൂജ്യന്തേ രമന്തേ തത്ര ദേവത. എവിടെയൊക്കെ സ്ത്രീകൾ ആരാധിക്കപ്പെടുന്നുവോ അവിടെയൊക്കെ ദേവതമാർ സന്തുഷ്ടരാകുന്നു. സന്ധ്യാസമയത്ത് പരമേശ്വരൻ, സാക്ഷാൽ ശിവൻ, തൻ്റെ താണ്ഡവം തുടങ്ങും. എന്നും ത്രിസന്ധ്യയ്ക്ക് താണ്ഡവം തുടങ്ങുന്നതിന് മുൻപ് ഒരുപാട് അലങ്കാരങ്ങളൊക്കെ നടത്തിയ ഒരു സിംഹാസനം, എന്താ ഇതുപോലെ സിംഹാസനം, ഇതിനേക്കാളൊക്കെ വലിയൊരു സിംഹാസനം അവിടെയുണ്ട്. താണ്ഡവം തുടങ്ങുന്നതിന് മുമ്പ് ശ്രീ പരമേശ്വരൻ തൻ്റെ പത്നിയായ പാർവതി ദേവിയെ ആ സിംഹാസനത്തിലിരുത്തും. എന്നും സന്ധ്യയ്ക്ക് കിടക്കുന്ന കാര്യമാണ്, നമ്മളൊന്നും അറിയുന്നില്ല. ദേവന്മാരെല്ലാം തടിച്ചു കൂടിയിരിക്കുകയാണ്. താണ്ഡവം തുടങ്ങാൻ പോവുകയാണ്. മൃദംഗം വായിക്കുന്നത് ചില്ലറക്കാരനല്ല, ബ്രഹ്മാവാ. പാട്ട് പാടുന്നത് സരസ്വതിയാണ്. താളം പിടിക്കുന്നത് വിഷ്ണുവാണ്. ത്രിമൂർത്തികൾ പോലും പങ്കെടുക്കുന്ന മഹത്തരമായ ഈ ത്രിസന്ധ്യാസമയത്തെ നൃത്തസമയത്ത് സ്വന്തം ധർമ്മപത്നിയെ, ഭാര്യയെ സിംഹാസനത്തിൽ ഇരുത്തിയിട്ട് ഭഗവാൻ നൃത്തം തുടങ്ങുന്നു. എന്തിനാ? ലോകത്തിന് കാണിച്ചു തരികയാണ് ഒരു കുടുംബത്തിൻ്റെ കേന്ദ്ര ബിന്ദു ഭാര്യയാണ്, അല്ലെ സ്ത്രീയാണ്. സ്ത്രീയാണ് ഒരു കുടുംബത്തിൻ്റെ കേന്ദ്ര ബിന്ദു. വ്യാസൻ സ്ത്രീയെ വിളിച്ചിരിക്കുന്നത് ഗൃഹ കാമധേനു. കാമധേനു എന്ന് പറയുന്ന പശുവിനെ കുറിച്ച് കേട്ട് കാണും. എന്ത് ചോദിച്ചാലും നിങ്ങൾക്ക് തരുന്ന പശുവാണ് കാമധേനു. സ്ത്രീക്ക് കാമധേനുവായിട്ടാണ് ഉപമ. ഒരു വീട്ടിലെ, ഒരു ഗൃഹത്തിലെ ധാർമ്മികമായ എല്ലാ ആവശ്യങ്ങളെയും ആ കുടുംബാംഗങ്ങൾക്ക് നേടിത്തരുന്ന കാമധേനുവാണ് സ്ത്രീ. സത്യത്തിൽ ഞങ്ങളൊക്കെ നിങ്ങളുടെ പാദത്തെ എല്ലാവരെയും ആരെയാണ് നമസ്കരിക്കേണ്ടത്? അല്ലേ? നിങ്ങളുടെ പാദത്തെയാണ് പുരുഷന്മാരായ ഞങ്ങൾ നമസ്കരിക്കേണ്ടത്. കാരണം ഞങ്ങൾക്ക് ഒരു മാർക്ക് കുറവാണ്. ഏത് മാർക്കാണ് കുറവ്? പുരുഷന് 2 ജന്മവും സ്ത്രീക്ക് 3 ജന്മവും ഉണ്ടെന്ന്. അപ്പോൾ 2ആണോ 3ആണോ വലുത്? 3അല്ലേ വലുത്? നിങ്ങൾക്ക് 3 മാർക്കാണ്, ഞങ്ങൾക്ക് 2 ഉള്ളൂ. എന്തുകൊണ്ടാ? ഏതൊക്കെയാ പുരുഷൻ്റെ ജന്മം? 2. ജനിച്ചു, 1 മാർക്ക് വീണു. പിന്നെ 25 വയസ്സൊക്കെ ആകുമ്പോൾ ഒരു വലിയ മണ്ടത്തരം കാണിക്കും. എന്തുവാ? കല്യാണം കഴിക്കുക. അത് 2ആം ജന്മം, അല്ലേ? അപ്പോൾ ജനനം 1 ജന്മം, വിവാഹം 2ആം ജന്മം. സ്ത്രീക്കും ജനനം 1 ജന്മം, വിവാഹം 2ആം ജന്മം. ഇനി 1 ജന്മം കൂടുണ്ട് സ്ത്രീക്ക്. ഏതാ? മാതാവാകുക, അമ്മയാവുക. അമ്മയാവുക എന്ന 3ആം ജന്മത്തിന് ഭാഗ്യം കിട്ടിയ ആളാണ് സ്ത്രീ. പുരുഷന്മാർക്ക് പറ്റുമോ ഈ 3ആം ജന്മം? ഞങ്ങളും പ്രസവിച്ചേക്കാമെന്ന് പറഞ്ഞാൽ നടക്കുമോ? അമ്മയാകാൻ ഒക്കുമോ? അച്ഛനാകാനേ കഴിയുകയുള്ളൂ പുരുഷന്, അല്ലേ? ഒരു കൊച്ചുകുട്ടി പറഞ്ഞു, അച്ഛൻ പറഞ്ഞു തന്നതൊക്കെ ഞാൻ പഠിച്ചു, അമ്മ ചെയ്തതൊക്കെ കണ്ട് ഞാൻ പഠിച്ചു എന്ന്. അച്ഛൻ ഓരോന്ന് പഠിപ്പിച്ചു കൊടുത്തു. എടാ ഇന്നതേ ചെയ്യാവൂ, ഇന്നത് ചെയ്യരുത്, എല്ലാം പഠിച്ചു. അമ്മ ഒന്നും പറഞ്ഞില്ല. പക്ഷെ അമ്മ എന്തൊക്കെ ചെയ്യുന്നു അത് കണ്ട് കുട്ടി പഠിച്ചു. കാരണം അമ്മ എല്ലാം ചെയ്തത് നല്ലതാണ്. അപ്പോൾ കേട്ട് പറഞ്ഞു പഠിപ്പിക്കുകയാണ് അച്ഛൻ ചെയ്യുന്നതെങ്കിൽ കണ്ട് പഠിക്കുന്നതാണ് അമ്മയുടെ പ്രയോജനം. എപ്പോഴും പ്രഭാഷണങ്ങളിൽ ഞാൻ പറയാറുണ്ട്, ഞങ്ങളൊക്കെ ഈ പൂണൂലിടുക എന്ന് പറഞ്ഞൊരു ചടങ്ങുണ്ട്. ഉപനയനം എന്നാണ് അതിന് പറയുന്നത്. സംസ്കൃതത്തിൽ അത് പിരിച്ചു പറഞ്ഞാൽ ഉപേ നയനം. ഉപേ അധികം നയനം സമം ഉപനയനം എന്ന് പറഞ്ഞാൽ അടുത്തേക്ക് കൊണ്ടുപോകുന്നു എന്നാണ്. ഉപനയിക്കാനുള്ള ഈ കുട്ടിയെ അടുത്തേക്ക് അച്ഛൻ കൈപിടിച്ച് കൊണ്ടുപോകുന്നു. ആരുടെ അടുത്തേക്കാ? ഈശ്വരൻ്റെ അടുക്കലേക്ക്. അവിടെ എന്ന് ചെവിയിൽ ഗായത്രി ഓതി കൊടുക്കുകയാണ്. ഈ ഉപനയനം നടക്കുന്ന സമയത്ത് ഈ ചടങ്ങിനിടയിൽ ഒരു ചെറിയ കുട്ടയിൽ
ദാനം ഭിക്ഷ യാചിക്കാനായിട്ട് ഈ കുട്ടി പോകും. ആരുടെ അടുക്കലേക്കാ? അമ്മയുടെ അടുക്കലേക്കാണ് പോകുന്നത്. അമ്മ 3 പിടി നെല്ല് ആ കുട്ടയിലേക്ക് ഇട്ട് കൊടുക്കും. അപ്പോൾ ആദ്യം ഈശ്വരനെ അന്വേഷിച്ച് പോകുന്ന കുട്ടി ആദ്യം ഭിക്ഷ സ്വീകരിക്കുന്നത് അമ്മയിൽ നിന്ന്. അടുത്ത് ഈ കിട്ടിയ ഭിക്ഷയുമായി അച്ഛൻ്റെ അടുക്കലേക്ക് ചെല്ലും. അച്ഛൻ അത് നോക്കിയിട്ട് ഒരു മന്ത്രമുണ്ട്, ചെറിയൊരു മന്ത്രമാണ്, സുഭിക്ഷ സുഭിക്ഷ സുഭിക്ഷ. കുഞ്ഞെ, ഇതിലും അപ്പുറം ഒരു ഭിക്ഷ നിനക്ക് കിട്ടാനില്ല. നിന്റെ അമ്മ തന്ന ഈ 3 പിടി നെല്ലിനപ്പുറമായ ഒരു ഭിക്ഷ ലോകത്തിൽ ആർക്കും നിനക്ക് തരാൻ പറ്റില്ല എന്നാണ്. അപ്പോൾ ജീവിതത്തിൽ മാതാവിനുള്ള സ്ഥാനം, അച്ഛനുള്ള സ്ഥാനം അത് അദ്വിതീയമാണ്, വളരെ വലുതാണ്. ഇത് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ മനസ്സിലിതുണ്ടാകണം. നിങ്ങളുടെ കുട്ടികളെ ഈ പാരമ്പര്യത്തിൽ വളർത്തുവാൻ നിങ്ങൾ ശ്രമിക്കണം. അതാണ് വേണ്ടത്. ഗർഭിണികളായ സ്ത്രീകൾക്ക് പോലും വൈദിക കാര്യങ്ങൾ കേൾക്കുവാനുള്ള അധികാരം കൊടുത്ത നാടാണ് ഭാരതം. ജനകൻ എന്ന് പറഞ്ഞൊരു രാജാവുണ്ടായിരുന്നു. കർമ്മയോഗികളായ ആൾക്കാരിൽ പ്രമുഖനാണ് ജനകൻ. ജനകൻ്റെ കൊട്ടാരത്തിൽ നമ്മൾ ഈ ആദ്യ വെള്ളിയാഴ്ചയൊക്കെ നടത്തുന്നത് പോലെ മാസത്തിൽ ഒരു ദിവസം വലിയ പ്രഭാഷണങ്ങളും ചർച്ചകളും ഒക്കെ ഉണ്ട്. ആ സമയത്ത് വലിയ ആൾക്കാരൊക്കെ വരും, സാധാരണ സ്ത്രീകളും വരും. ഗർഭിണികൾക്കും മോഹമുണ്ട് ഇതൊക്കെ കേട്ടാൽ കൊള്ളാമെന്ന്. പക്ഷെ തിരക്കല്ലേ. ഗർഭിണികൾ നടന്നു വരുമ്പോൾ ജനക മഹാരാജാവിൻ്റെ പ്രധാനമന്ത്രി ഇറങ്ങിച്ചെന്ന് പറയും, എല്ലാവരും വഴിമാറിക്കൊടുക്കുക, ഗർഭിണികൾ വരുന്നു. നോക്കൂ, സ്ത്രീയോടുള്ള ഒരു സമീപനം. എല്ലാവരും വഴിമാറൂ, ഈ പ്രഭാഷണം കേൾക്കുവാൻ, ഈ നല്ല കാര്യം കാണുവാൻ ഗർഭിണികൾ വരുന്നു, വഴിയൊരുക്കി കൊടുക്കൂ എന്നാണ് പറയുന്നത്. ഇതാണ് ഭാരതത്തിലെ ആചാര്യന്മാർക്ക് സ്ത്രീയോടുള്ള സമീപനം. ഇനി അർദ്ധനാരീശ്വര സങ്കല്പം നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലേ? ശിവൻ്റെ പകുതി പാർവതിയും കൊണ്ടുപോയി. അവിടെയും സ്ത്രീ എങ്ങനെയാണ് ഇത് കൊണ്ടുപോയത്? ആർക്കെങ്കിലും അറിയോ എങ്ങനെയാണ് അർദ്ധനാരീശ്വരനായിട്ട് ഭഗവാൻ മാറിയെന്ന്? നോക്കൂ, ഹിമാലയത്തിൽ ഒരു സന്ധ്യാസമയത്ത് ഭഗവാൻ അങ്ങനെ ഇരിക്കുമ്പോൾ പാർവതി ദേവി ചെന്ന് പുറകിൽ നിന്ന് ഭഗവാന്റെ കണ്ണൊന്ന് പൊത്തി. സന്ധ്യാസമയത്ത് സ്നേഹമൊക്കെ കാണിക്കേണ്ട സമയം ഈ ത്രിസന്ധ്യയല്ല, ആണോ? സന്ധ്യസമയമാണ്. നമ്മൾ സന്ധ്യസമയത്ത് നാമം ജപിക്കണം എന്ന് പറയും, പക്ഷെ വേറൊരു പെട്ടിയുടെ മുമ്പിലാണ് പലപ്പോഴും ഇരിക്കുന്നത്. അത് സാരമില്ലെങ്കിലും ത്രിസന്ധ്യാസമയത്ത് ഭഗവാന്റെ കണ്ണുകളങ്ങ് പൊത്തി പാർവതി. പെട്ടെന്ന് ഭഗവാനെ കൈ അങ്ങ് മാറ്റി. എന്നിട്ട് ചോദിച്ചു, പാർവതി നീ എന്താ ഈ ചെയ്തത്? ഒരു അര സെക്കൻഡ് പോലും കൈ പൊത്തിയില്ല കണ്ണ്. പക്ഷേ ഭഗവാന്റെ കണ്ണടഞ്ഞപ്പോൾ പ്രപഞ്ചം മുഴുവൻ ഇരുട്ടിലായി. ആർക്കും ഒന്നും കാണാൻ വയ്യ. പുഴകൾ നിന്നുപോയി, പുഴയ്ക്ക് ഒഴുകാൻ വയ്യ, മരങ്ങൾക്ക് ചലിക്കാൻ വയ്യ, മനുഷ്യർക്ക് നടക്കാൻ വയ്യ. സമസ്ത ചരാചരങ്ങളുടെയും ചലനമില്ല. ഭഗവാന്റെ കണ്ണാ പൊത്തിയിരിക്കുന്നത്, ശിവന്റെ കണ്ണാ പൊത്തിയത്. ഭാര്യയാണെങ്കിലും പാർവതി പറഞ്ഞു, അയ്യോ എനിക്കതറിയാൻ വയ്യായിരുന്നല്ലോ ഭഗവാനെ. ഭഗവാൻ പറഞ്ഞു, നീ ഒരു തെറ്റ് ചെയ്തു. നോക്കൂ, അധർമ്മം ചെയ്താൽ അത് ഭഗവാന്റെ ഭാര്യയാണേലും എക്സംഷൻ ഒന്നുമില്ല. പാർവതിയല്ലേ വാപ്പ് കൊടുക്കുക, അങ്ങനെയൊന്നുമില്ല. തെറ്റ് തന്നെയാണ്, അധർമ്മം തന്നെയാണ്. ഭഗവാൻ പറഞ്ഞു, നീ ചെറിയ ഒരു തെറ്റ് ചെയ്തു, അതിന് പ്രായശ്ചിത്തമായിട്ട് 1 വർഷം നീ ഭൂമിയിൽ മനുഷ്യ സ്ത്രീയായി പോകണം. 1 വർഷം കഴിഞ്ഞ് തിരിച്ചു വരിക. നോക്കൂ, ഭർത്താവായ ശ്രീ പരമേശ്വരനെ പിരിഞ്ഞ് 1 വർഷം ഭൂമിയിൽ പോയി ജീവിക്കണമെന്നാണ് ഭഗവാൻ പറഞ്ഞു. ചിന്തിക്കാൻ കഴിഞ്ഞില്ല ഭഗവതിക്ക്. ഭഗവതി ചോദിച്ചു, ഭഗവാനെ 1 വർഷം ഞാൻ അങ്ങയെ കാണാതെ എങ്ങനെയാണ് കഴിയുക? പാർവതി, നമ്മൾ ലോകത്തിന് മാതൃകയായിരിക്കേണ്ടവരാണ്, അല്ലേ? മഹാന്മാരാ മാതൃകയായിരിക്കേണ്ടത്, അല്ലേ? സാധാരണക്കാരുടെ മുൻപിൽ
സാധാരണ അല്ല എന്ന് നമ്മൾ വിചാരിക്കുന്നവർ മാതൃകയായിരിക്കണം. ഇതിനിടയിൽ അത് ഓർമ്മിപ്പിക്കാൻ ഭഗവത്ഗീതയുടെ ഉദാഹരണം കൂടെ പറയുക. അർജുനന് അല്ലേ, അർജുനൻ എന്താ ചെയ്തത്? എനിക്ക് യുദ്ധം ചെയ്യാൻ കഴിയില്ല, ദ്രോണര് നിൽക്കുന്നു, ഭീഷ്മര് നിൽക്കുന്നു, എൻ്റെ കൈകൾ വിറയ്ക്കുന്നു, നാവ് വരളുന്നു, ഗാണ്ഡീവമിതാ എൻ്റെ കയ്യിൽ നിന്നും താഴേക്ക് പോകുന്നു ഗുരുവായൂരപ്പ എന്ന് പറഞ്ഞ് തേരിൻ്റെ തട്ടിലെങ്കിൽ ഇരുന്നു, താടിക്ക് കൈയും കൊടുത്ത്. ഞാൻ യുദ്ധം ചെയ്യുകയില്ല. ഭഗവാനൊരു വാചകമൊക്കെ പറയുന്നുണ്ട്, അർജുന, നീ യുദ്ധം ചെയ്തില്ലെങ്കിലും ഞാൻ ഇവരെ കൊല്ലും. നീ ഒരു നിമിത്തം മാത്രമാണ്, നീ ഒരു ചട്ടുകമാണ് എൻ്റെ കയ്യിൽ. പക്ഷേ നീ യുദ്ധം ചെയ്യാതെ പിന്നോട്ട് പോയാൽ ഭാവി തലമുറ എന്താ പറയുക? തെറ്റും ശരിയും തമ്മിലുള്ള യുദ്ധം തുടങ്ങിയ സമയത്ത് അർജുനനെന്ന് പറയുന്ന കരുത്തനായ തേരാളി പുറകോട്ട് പോയി. ഇങ്ങനെ ഒരു മാതൃക നീ സൃഷ്ടിച്ചാൽ ഇനിയും ഇതുപോലെ യുദ്ധം വരുമ്പോൾ ഇനിയും ഇതുപോലെ അർജുനന്മാർ പുറകോട്ട് പോകും. അപ്പോൾ അധർമ്മം ഇവിടെ ഇങ്ങനെ നിൽക്കും. കംസനും രാവണനും ഹിരണ്യകശിപും ഒക്കെ ആയിരിക്കും ഇവിടെ നിൽക്കുന്നത്. അതുകൊണ്ട് നീ എഴുന്നേൽക്കുക, യുദ്ധം ചെയ്യുക, അല്ലേ? അതാണ് ധർമ്മം. അപ്പോൾ അതുകൊണ്ടാണ് അർജുനൻ യുദ്ധത്തിന് ഇറങ്ങിയത്. അപ്പോൾ ഇവിടെ പാർവതിയോട് ഭഗവാൻ പറഞ്ഞു, നീ എൻ്റെ ധർമ്മപത്നിയാണെങ്കിൽ കൂടിയും അരനിമിഷം നീ എൻ്റെ കണ്ണുകൾ പൊത്തി പ്രപഞ്ചത്തെ ഇരുട്ടിലും ബുദ്ധിമുട്ടിലുമാക്കി എന്നുള്ളത് കൊണ്ട് 1 വർഷം നീ ഭൂമിയിൽ പോയിരിക്കുക. വളരെ വേദനയോടുകൂടിയാണ് ഭഗവതി പോയത്. ഭഗവതി എവിടെയാണ് പോയത്? കാശിയിലേക്ക് പോയി, രാമേശ്വരം ഭാഗത്ത് പോയി മണ്ണുകൊണ്ട് ഒരു ശിവലിംഗം ഉണ്ടാക്കി. നനഞ്ഞ വസ്ത്രങ്ങളോടെ ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ എന്ന് പറഞ്ഞ് മന്ത്രമൊക്കെ ചൊല്ലി, ശിവൻ്റെ മന്ത്രം അറിയാമല്ലോ, നാഗേന്ദ്രഹാരായ ത്രിലോചനായ. നമഃശിവായ എന്നുള്ള ഓരോ വാക്കും കൊണ്ടൊരു മന്ത്രമുണ്ടല്ലേ, നല്ലതാ വൈകിട്ട് ചൊല്ലുന്നത് കേട്ടോ. നാഗേന്ദ്രഹാരായ ത്രിലോചനായ ഭസ്മാംഗരാഗായ മഹേശ്വരായ നിത്യായ ശുദ്ധായ ദിഗംബരായ തസ്മൈ നകാരായ നമഃശിവായ. നായി അടുത്ത വാക്കേതാ? മായ അല്ലേ. മന്ദാകിനി സലില ചന്ദന ചർച്ചിതായ നന്ദീശ്വര പ്രമഥനാഥ മഹേശ്വരായ മന്ദാര പുഷ്പ ബഹുപുഷ്പ സുപൂജിതായ തസ്മൈ മകരായ നമഃശിവായ. ഇനി അടുത്ത ഏതാ? ശിയ അല്ലേ. ശിവായ ഗൗരീ വദനാബ്ജവൃന്ദ സൂര്യായ ദക്ഷാധ്വരനാശനായ ശ്രീനീലകണ്ഠായ വിഷധ്വജായ തസ്മൈ ശികാരായ നമഃശിവായ. അടുത്തെന്തുവാ? വായ അല്ലേ. വായ ഉണ്ടല്ലോ ഇവിടെ അല്ലേ എല്ലാം. വസിഷ്ഠകുംഭോദ്ഭവഗൗതമാര്യമുനീന്ദ്രദേവാർച്ചിതശേഖരായ ചന്ദ്രാർക്കവൈശ്വാനരലോചനായ തസ്മൈ വകാരായ നമഃശിവായ. ഇനി ഒരെണ്ണം കൂടെ ഉള്ളേതാ? യക്ഷസ്വരൂപായ ജഡാധരായ പിനാകഹസ്തായ സനാതനായ ദിവ്യായ ദേവായ ദിഗംബരായ തസ്മൈ യകാരായ നമഃശിവായ. നമഃശിവായ പഞ്ചാക്ഷരമുണ്ടൻ മഹത്തരമായ മന്ത്രമാണ്. പാർവതി ഈ മന്ത്രമൊക്കെ അങ്ങോട്ട് ചൊല്ലിക്കൊണ്ട് മണ്ണുകൊണ്ട് ഉണ്ടാക്കിയ ശിവലിംഗത്തെ നനഞ്ഞ വസ്ത്രങ്ങളോടെ പൂജിക്കാൻ തുടങ്ങി. ആ സമയത്ത് കാശി രാജ്യത്ത് വലിയൊരു പ്രശ്നം വന്നു. ഭയങ്കര വരൾച്ച. ആൾക്കാർ മരിക്കാൻ തുടങ്ങി. പട്ടിണി, വരൾച്ച, ഒന്നും ഉണ്ടാവുന്നില്ല, ചൂട്. രാജാവ് ആകെ വിഷമിച്ച രാജാവ് ആരോ പറഞ്ഞു, മന്ത്രിമാർ പറഞ്ഞു, സാക്ഷാൽ പാർവതി ഭഗവതി മനുഷ്യരൂപം ധരിച്ചുകൊണ്ട് ദാ അവിടെ ഇരിക്കുന്നു. രാജാവ് അവിടെ ചെന്ന് നമസ്കരിച്ചു ദേവിയെ. എന്നിട്ട് അന്നപൂർണേശ്വരി സ്തോത്രം കൊണ്ട് ഭഗവതിയെ സ്തുതിച്ചു. അത് നിങ്ങൾക്ക് വായിക്കാൻ പറ്റിയ സ്തോത്രമാണ്, അന്നപൂർണേശ്വരി സ്തോത്രം. പട്ടിണിയൊക്കെ മാറാൻ നല്ലതാണ്. അന്നം എന്ന് പറഞ്ഞാൽ എന്താ? ആഹാരം. പൂർണ്ണമായ ആഹാരത്തെ തരുന്ന ഭഗവതി എന്നാ. അന്നപൂർണേശ്വരി സ്തോത്രം കൊണ്ട് ഭഗവതി അങ്ങോട്ട് സ്തുതിച്ചു. അമ്മേ, അടിയൻ്റെ പ്രജകൾ പട്ടിണിയിലാണ്, ആഹാരം കഴിക്കാതെ ആൾക്കാർ മരിച്ചു പോകുന്നു, എനിക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല, ഞാൻ രാജാവാണ്, പ്രജകൾ മരിച്ചുകൊണ്ടിരിക്കുന്നു. ഭഗവതി പണ്ട് പാഞ്ചാലിക്ക് ഗുരുവായൂരപ്പൻ കൊടുത്ത പോലൊരു പാത്രം കൊടുത്തു.
എന്നിട്ട് പറഞ്ഞു, ഈ പാത്രവും കൊണ്ട് അങ്ങ് പൊക്കോ, എത്ര ആയാലും ഇതിനകത്ത് ആഹാരം തീരുകയില്ലെന്നാണ് പറഞ്ഞത്. അങ്ങനെ ഈ അക്ഷയപാത്രവുമായി രാജാവ് വീട്ടിൽ ചെന്ന് പ്രജകൾക്കെല്ലാം ആഹാരം കൊടുത്തു. അന്ന് പ്രസിദ്ധമായതാണ് അന്നപൂർണേശ്വരി സ്തോത്രം. കാശിയിൽ പോയി അവിടെ തൊഴാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് പയ്യന്നൂർ വരെ പോയാൽ അവിടെ അന്നപൂർണേശ്വരി ക്ഷേത്രമുണ്ട്. പയ്യന്നൂർ വളരെ വിശേഷമാണ്. അവിടെ എന്നും അന്നദാനമൊക്കെ ഉണ്ട്. പാർവതിയുടെ അന്നപൂർണേശ്വരി സങ്കല്പമാണ് അർദ്ധനാരീശ്വര സങ്കല്പത്തിൻ്റെ ഒരു ഭാഗം. ഒരു വർഷം കഴിഞ്ഞ് ഭഗവതി തിരിച്ചു ചെന്നു. സന്തോഷമായി ഭഗവാന്. ഭഗവതി എങ്ങനെ ഉണ്ടായിരുന്നു ഭൂമിയിൽ? ഭൂമി വളരെ സുഖമായിരുന്നു. പക്ഷേ ഈ വിരഹം താങ്ങാൻ വയ്യ. അങ്ങേ വേർപെട്ടുള്ള ഈ ഒരു വർഷം ഒരു യുഗം പോലെയാ ഭഗവാനെ എനിക്ക് തോന്നിയത്. ഏതായാലും അങ്ങ് പറഞ്ഞതൊക്കെ ഞാൻ കേട്ടു. ഞാൻ പറയുന്ന ഒരു കാര്യം കൂടെ ഒന്ന് കേൾക്കണം. എന്താ വേണ്ടത് ചോദിച്ചോളൂ. അങ്ങയുടെ പകുതി ശരീരം എനിക്ക് കാരണം. അങ്ങയുടെ പകുതി ശരീരം എനിക്ക്. അതെന്തിനാ? അങ്ങയുടെ പകുതി ശരീരം എനിക്ക് തന്നാലേ ഇനി ഇതുപോലെ നീ അങ്ങോട്ട് പോകുമെന്ന് പറഞ്ഞാൽ എനിക്ക് തന്നെ പോകാൻ അങ്ങയും കൂടെ എൻ്റെ കൂടെ വരേണ്ടി വരും അല്ലേ? ഒട്ടിച്ച് വെച്ചിരിക്കുകയല്ലേ? പകുതി ശരീരം കൊണ്ട് പോകുമോ? അപ്പോൾ അങ്ങയുടെ പകുതി ശരീരം എനിക്ക് തരണമെന്ന് പറഞ്ഞതിൻ്റെ തത്വം എന്താ? ഇനിയും ഭൂമിയിലേക്ക് 1.5 വർഷം പോകും, 4 വർഷം പോകുമെന്ന് പറഞ്ഞാൽ ഞാനങ്ങ് പോകും. പക്ഷെ അങ്ങും കൂടെ കൂടി വരും, പകുതി ഞാനാണ്. അങ്ങനെ അർദ്ധനാരീശ്വര സങ്കല്പത്തിലേക്ക് പോയി. എന്താ ഇതിൻ്റെ തത്വം? പുരുഷനും പ്രകൃതിയും ഭാര്യയും ഭർത്താവും വേർപിരിയാൻ കഴിയാത്ത ഘടകമാണ്. ഇന്ന് നമ്മുടെ സാമൂഹിക ജീവിതത്തിൽ കുടുംബ ബന്ധങ്ങൾ തകരാറിലാകുന്നതിൻ്റെ ഒരു കാരണം ഈ ഒരു അർദ്ധനാരീശ്വര സങ്കല്പം, സ്ത്രീയും പുരുഷനും ഒന്നാണ് എന്ന സങ്കല്പം നഷ്ടപ്പെടുന്നത് കൊണ്ടാണ്. ഞങ്ങൾ കല്യാണം കഴിക്കാന്നല്ല, വേള് കഴിക്കാന്നാണ് പറയുന്നത്. വേള് കഴിക്കാനായിട്ട് അങ്ങോട്ട് ചെല്ലുമ്പം ഭയങ്കര ഒരു അഗ്നികുണ്ഡം, അവിടെ ഹോമമാണ്. ഇപ്പോഴത്തെ ഞങ്ങളെ ചെറുപ്പക്കാരൊക്കെ പറയും, ചേട്ടാ ഹോമം കുറച്ചേക്കണം, പുക കൊള്ളാൻ വയ്യ, മടിയ പുക കൊള്ളാൻ വയ്യെന്നാണ് പറയുന്നത്. കാര്യം കണ്ണ് നോക്കൂ, അതിൻ്റെ ഒന്നും പ്രാധാന്യം. ഞാൻ എൻ്റെ വേളയ്ക്ക് പറഞ്ഞു, എത്ര നേരം അഗ്നി കത്തിക്കണോ കത്തിച്ചോണം. അല്ല എല്ലാവരും ഇപ്പോൾ അങ്ങനെയല്ല. ഞാൻ എല്ലാവരും പറഞ്ഞ് നോക്കണ്ട, ഹോമം മുഴുവൻ തീർത്തോണമെന്ന്. ഒരുപാട് പുക കൊണ്ടു, ഇനി ഒരുപാട് പുക കൊള്ളാൻ പോവല്ലേ, ആദ്യമായിട്ടല്ലേ പുക കൊണ്ടു. അപ്പോൾ ആദ്യമായി താലി കെട്ടുന്നതിന് മുമ്പ് നവവധു ഇറങ്ങി വരുമ്പോൾ വിവാഹ സൂക്തത്തിൽ നോക്കൂ, ഒരുപാട് സൂക്തങ്ങൾ നമുക്കുണ്ട്. ഇന്നലെ പശുവിനെ ഇവിടെ കൊണ്ട് കെട്ടിയപ്പോൾ നമ്മൾ ഗോസൂക്തം ചൊല്ലി. ആർക്കും അറിയാൻ വയ്യ ഇങ്ങനെ സൂക്തം ഉണ്ടെന്ന്, അല്ലേ? ഒരു പക്ഷേ നിങ്ങൾ പലരും അന്നേരമായിരിക്കും അറിയുന്നത് ഇങ്ങനൊരു മന്ത്രമുണ്ടെന്ന്, ഗോസൂക്തം അല്ലേ വേദത്തിൽ. എനിക്ക് പശുക്കളെ കിട്ടട്ടെ, എൻ്റെ പശുക്കൾക്ക് ആഹാരം കിട്ടട്ടെ, അവർ നല്ല പാല് തരട്ടെ, കലർപ്പില്ലാത്ത പാല് തരട്ടെ. പിന്നെ അന്ന് ഇപ്പോൾ ഈ പാലിനകത്ത് വെള്ളം ചേർക്കാത്തതുകൊണ്ട് അല്ലേ ഒരു സംസ്കൃതം കൂടെ വന്നേനെ, എനിക്ക് പാല് തരുന്നവൻ അതിനകത്ത് വെള്ളം ചേർക്കാതിരിക്കട്ടെ എന്നൂടെ എഴുതിയേനെ. അത് വേണ്ടി വന്നില്ല, അന്ന് ഏർപ്പാടില്ലാത്തതുകൊണ്ട്. അപ്പോൾ അത്ര മഹത്തരമാണ് ഗോസു എന്ന് പറയും പോലെ വിവാഹ സൂക്തത്തിൽ വധു മുൻപിൽ വന്നു നിൽക്കുമ്പോൾ വരൻ ചൊല്ലുന്ന ഒരു മന്ത്രമുണ്ട്. അതിൻ്റെ അർത്ഥം, ഹേ പെൺകുട്ടി, ദേവന്മാർ നിന്നെ എനിക്ക് ദാനമായി തന്നിരിക്കുന്നു. നീ എൻ്റെ മുൻപിൽ വന്നു നിന്നത് ഭഗവാന്റെ ഇംഗിതമാണ്. ഞാൻ നിൻ്റെ ഭർത്താവാകുന്നതും നീ എൻ്റെ ഭാര്യയാകുന്നതും ഈശ്വര നിശ്ചയമാണ്. അപ്പോൾ കുടുംബ ബന്ധങ്ങളിൽ ഒരു ദിവ്യതയുടെ പരിവേഷമുണ്ട്. ഈശ്വരീയമായൊരു ചരടിനാൽ ഭാര്യയും ഭർത്താവും ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. ഈ സങ്കല്പം തകരുന്നത് കൊണ്ടാണ് ഇന്നത്തെ പല കുടുംബ ബന്ധങ്ങളും തകരുന്നത്. അതുകൊണ്ടാണ് നമുക്ക് മാത്രം പ്രീ കൗൺസിലിംഗ് ഇല്ല. മറ്റ് ഇതര മതവിഭാഗങ്ങളെ നമുക്ക് പ്രശംസിക്കണം. അവർ കല്യാണത്തിന് മുമ്പ് ഒരു കൗൺസിലിംഗ് ഉണ്ട്. എന്താ കൗൺസിലിംഗ് പറയുന്നത്? ഭാര്യ എങ്ങനെ നിൽക്കണം, ഭർത്താവ് എങ്ങനെ നിൽക്കണം, ജീവിതം എങ്ങനെ കൊണ്ടുപോകണം. നമ്മളതൊന്നുമില്ല, കൊണ്ടുപോവാ കെട്ടുക അല്ലേ. അപ്പോൾ നീ ദേവന്മാർ ഇവളെ എനിക്ക് ദാനമായി തന്നിരിക്കുന്നു. പിന്നീട് പറയും, വധുവിനോട് പറയുന്ന ആരാ? ഏറ്റവും പ്രായം കൂടിയ തിരുമേനി ചെന്ന് പറയുന്നത്,
പ്രായത്തെയാണ് എല്ലാവരും ബഹുമാനിച്ചിരുന്നത്. പ്രായമുള്ള ആൾക്കാരെയാണ് ബഹുമാനിച്ചിരുന്നത്. പ്രായം കൂടി അദ്ദേഹം ചെന്ന് പറയും, കുഞ്ഞെ, നിന്റെ ഭർത്താവിൻ്റെ ഗൃഹത്തിൽ അദ്ദേഹത്തിനും കുടുംബാംഗങ്ങൾക്കും നീ സുഖത്തിന് ഹേതുവായി മാറുക. ലെറ്റ് യു ബി ദ കോസ് ഓഫ് ഹാപ്പിനെസ് ഫോർ യുവർ ഫാമിലി. ഭർത്താവിനും കുടുംബാംഗങ്ങൾക്കും ബന്ധുക്കൾക്കും സുഖത്തിന് കാരണമാകുക. അവിടെ കൊണ്ട് നിർത്തിയില്ല. അടുത്ത വരി ഇന്നലത്തെ ഗോസൂക്തമായിട്ട് ബന്ധപ്പെട്ട് തന്നെ ചിന്തിക്കണം. ഭർത്താവിൻ്റെ ഗൃഹത്തിലെ 4 മൃഗങ്ങൾക്ക് പോലും നീ സുഖം കൊടുക്കുക. ഭർത്താവിൻ്റെ വീട്ടിൽ പശുവിനെ വളർത്തുന്നുണ്ടെങ്കിൽ പശുവിന് ഓക്കെയും പിണ്ണാക്കോ കൊടുക്കണമെന്നായി പറഞ്ഞുകൊണ്ട് വന്ന്. ഇനി വേറെ 2 പ്രശ്നമുണ്ട് എല്ലാ കുടുംബങ്ങളിലും. എന്താ? ഭാര്യയ്ക്ക് സഹിക്കാൻ വയ്യാത്ത 2 ആൾക്കാരുണ്ട്. ആരൊക്കെയാ? ഫാദർ ഇൻ ലോ, മദർ ഇൻ ലോ. സാഹിബിൻ്റെ വാക്കാ, എനിക്ക് യോജിപ്പില്ലാത്തൊരു വാക്കാണ്. ഫാദർ ഇൻ ലോ എന്ന് പറഞ്ഞാൽ അമ്മായി അച്ഛൻ, മദർ ഇൻ ലോ എന്ന് പറഞ്ഞാൽ അമ്മായി അമ്മ. സാഹിബിന് എല്ലാം ലോയിലാണ്. നിയമം കൊണ്ട് അച്ഛനാണ്, പക്ഷേ അച്ഛനല്ലാണോ? ജന്മം തന്നിട്ടില്ല. നിയമം കൊണ്ടല്ല അച്ഛനാവേണ്ടത്, മനസ്സുകൊണ്ടാണ്. ഭാരതം ഒരിക്കലും ഫാദർ ഇൻ ലോ എന്നുള്ള വാക്ക് ഉപയോഗിച്ചിട്ടില്ല. അച്ഛൻ തന്നെയാണ്. ഭാര്യ ഭർത്താവിൻ്റെ അച്ഛനെ ഭാര്യ സ്വന്തം അച്ഛനായിട്ട് തന്നെ കാണണം, അമ്മയെ സ്വന്തം അമ്മയായിട്ടും കാണണം. ഇനി ഭാര്യയ്ക്ക് അച്ഛനും അമ്മയുണ്ട്, ഭർത്താവും അങ്ങനെ തന്നെ കാണണം. അമ്മായി അമ്മയെന്നല്ല വിളിക്കേണ്ട, അമ്മയെന്നാണ് വിളിക്കേണ്ടത്. അമ്മായി അച്ഛന്നല്ല വിളിക്കേണ്ട, അച്ഛന്നാണ് വിളിക്കേണ്ടത്, അല്ലേ? അതുകൊണ്ട് ഭാര്യയോട് പറഞ്ഞു, കുഞ്ഞെ, നിന്റെ ഭർത്താവിൻ്റെ അച്ഛൻ്റെ മുന്നിൽ സമ്രാജ്ഞീ ഭവ, സമ്രാജ്ഞീ ഭവ. നീ സാമ്രാജ്ഞിയെ പോലിരിക്കണം. നിന്റെ ഭർത്താവിൻ്റെ അമ്മയുടെ മുന്നിൽ ചക്രവർത്തിനി ഭവ, ചക്രവർത്തിനി ഭവ. ഇപ്പം ചക്രവർത്തി വല്ലതും ആണോ? ഭദ്രകാളിയേക്കാൾ വലിയ ശൂലവാകയിലിരിക്കുന്നത്, അല്ലേ? ഭദ്രകാളി ശൂലം ഭവ എന്നൊക്കെ വേണം പറയേണ്ടി വരും, അല്ലേ? അമ്മായി അമ്മയുടെ മുമ്പിൽ നോക്കൂ ആ വ്യത്യാസം. ഗ്യാസ് സിലിണ്ടറുകൾ തന്നെ പൊട്ടിത്തെറിക്കുകയാണ്, അല്ലേ? ഫ്രീ മാരേജ് മതി. എൻ്റെ സുഹൃത്തുക്കളുടെ ചില കുട്ടികൾ തന്നെ ഇപ്പോൾ പറയുന്നു, കല്യാണം വേണ്ട അങ്കിൾ, ലിവിങ് ടുഗദർ, ഒരുമിച്ച് ജീവിക്കുക. ഈ ലിവിങ് ടുഗദർ എന്ന് പറയുന്നത് അവർ ഉദ്ദേശിക്കുന്നത് ശരീരം കൊണ്ട് ലിവിങ് ടുഗദറാണ്, മനസ്സുകൊണ്ടല്ല. മനസ്സിലാക്കണം, മനസ്സുകൊണ്ടാണ് ലിവിങ് ടുഗദർ വേണ്ടത്, അതില്ല. ശരീരം കൊണ്ട് നമ്മൾ ഒരുമിച്ച് ജീവിക്കാൻ ശ്രമിക്കുക. എത്ര കാലമാണ്? ഒരു 70-75 വയസ്സായി കഴിഞ്ഞാൽ ഈ ശരീരം കൊണ്ടുള്ള ഒരുമിച്ചൊക്കെ പോകും. അന്നാണ് നമ്മൾ മനസ്സിനെക്കുറിച്ച് ആലോചിക്കുന്നത്. പക്ഷേ അതല്ല, വിവാഹത്തിൻ്റെ താലി കെട്ടുന്ന നിമിഷം മുതൽ യു ഷുഡ് ലേൺ ടു ഹാവ് ലിവിങ് ടുഗദർ, നോട്ട് ഓൺലി ഇൻ ബോഡി ബട്ട് ഇൻ മൈൻഡ് ഓൾസോ. മനസ്സുകൊണ്ടുകൂടി ഒരുമിച്ച് ജീവിക്കാൻ നമ്മൾ പഠിക്കണം. കാരണം മനസ്സാണ് ഏറ്റവും വലിയ ഘടകം, അല്ലേ? അപ്പോൾ സ്ത്രീയുമായി ബന്ധപ്പെട്ട് ഇങ്ങനെയൊക്കെ ചിന്തിക്കുമ്പോൾ, അപ്പോൾ ഒരു തമാശ ഓർക്കാറുണ്ട്. ഭർത്താവ് കല്യാണം ആയിക്കഴിയുമ്പം ഫോൺ വിളിക്കുമ്പോൾ, കല്യാണം നാളെയാണ്, ഫോൺ വിളിച്ചപ്പോൾ ചെറുക്കൻ പെൺകുട്ടി ചെറുക്കനോട് ചോദിച്ചു, എൻ്റെ അച്ഛന് ഒരു ബെൻസ് കാറും 10 ലക്ഷം രൂപയും തരാമെന്ന് പറഞ്ഞല്ലോ. പറഞ്ഞു, വലിയ സന്തോഷമായി. അതുകൊണ്ടാണോ ചേട്ടൻ എന്നെ കല്യാണം കഴിക്കുന്നത് എന്ന് പറഞ്ഞാൽ പണത്തിനാണോന്നാണ് ചോദിച്ചത്. മനസ്സിലായില്ലേ? ഒരു ബെൻസ് കാറും 10 ലക്ഷവും തരാമെന്ന് പറഞ്ഞുകൊണ്ടാണോ ചേട്ടൻ ഈ കല്യാണം അച്ഛനങ്ങനെ പറഞ്ഞുകൊണ്ടാണോ സമ്മതിച്ചു? അല്ല അല്ല, കുട്ടിക്ക് സന്തോഷം. പിന്നോ അമ്മയത് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ സമ്മതിച്ചേനാണ്, അമ്മയത് പറഞ്ഞിരുന്നെങ്കിലും സമ്മതിച്ചേനെ എന്ന് പറഞ്ഞാലോ. അച്ഛൻ പറയുന്ന അമ്മയെങ്കിലും പറഞ്ഞാൽ മതി ബെൻസ് കാറും 10 ലക്ഷം രൂപയും തരുമെന്ന്. അപ്പോൾ ധനത്തിൻ്റെ അടിസ്ഥാനത്തിൽ മനസ്സിന് ചരടുകൾ കോർക്കാൻ നമ്മൾ ശ്രമിക്കുന്നു. ബൈബിളിൽ അതുകൊണ്ടാണ് പറയുന്നത്, ദൈവം കൂട്ടിച്ചേർത്തതിനെ മനുഷ്യൻ പിരിക്കരുത് എന്ന് ബൈബിളിലും പറയും. ദൈവം കൂട്ടിച്ചേർക്കുന്ന ഒരു ചരടാണ് വൈവാഹിക കുടുംബ ബന്ധം. ചുരുക്കി പറഞ്ഞാൽ എന്താ? സ്ത്രീകളെ ബഹുമാനിക്കുവാനുള്ള, ആദരിക്കുവാനുള്ള വളരെ മഹത്തരമായ ഒരു ചടങ്ങാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. ചക്കുളത്തുകാവ് മഹാക്ഷേത്രം ഭാരതീയ ഋഷീശ്വരന്മാരുടെ ഉദാത്തമായ, ഉജ്ജ്വലമായ, പ്രോജ്വലമായ ഈ സങ്കല്പത്തിന് മാതൃക കാട്ടുന്നു.
നിങ്ങൾ കാണുന്നവരോടൊക്കെ പറയണം, ചക്കുളത്തുകാവിനെ കണ്ട് പഠിക്കൂ. സ്ത്രീയെക്കുറിച്ച് എന്താ ചക്കുളത്തുകാവ് കാണിച്ചു തരുന്നത് പറഞ്ഞു കൊടുക്കണം. സ്ത്രീയോടുള്ള സമീപനം എന്താണ് ഈ മഹാക്ഷേത്രത്തിൻ്റെ? സ്ത്രീയുടെ കാല് കഴുകുകയാണ്. സദ്ഗുരു ബ്രഹ്മശ്രീ രാധാകൃഷ്ണൻ നമ്പൂതിരിയുടെയും മണിക്കുട്ടൻ നമ്പൂതിരിയുടെയും നേതൃത്വത്തിൽ ഈ കാല് കഴുകിക്കുമ്പോൾ വെറുതെ ഒരാളുടെ കാല് കഴുകുകയാണെന്ന് നിങ്ങൾ കരുതരുത്. അവിടെ അമ്മയുടെ ഭാഗമായ ഒരു ജീവാത്മാവിൻ്റെ കാലാണ് കഴുകുന്നതെന്ന് ധരിക്കണം. അല്ലേ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരും, അല്ലേ ആകെ കൺഫ്യൂഷനാകും. ഇവിടെ ഒരു അമ്മയുടെ കാല് കഴുകുമ്പോൾ ആ അമ്മയുടെ ഭൗതികമായ കാലിനെ അല്ല നമ്മൾ കഴുകുന്നത്, ഒരു ജീവാത്മാവിൻ്റെ കാലിനെയാണ് നമ്മൾ കഴുകുന്നത്. എന്തുകൊണ്ടാണ്? നമ്മളൊക്കെ ഭഗവാന്റെ ഭാഗമാണ്. തത്വം അസി, അത് നീയാകുന്നു. ഭഗവാന്റെ ഭാഗമായ ഒരു ജീവാത്മാവിനെയാണ് നമ്മൾ ആദരിക്കുന്നത്. അല്ലാതെ കാലിലെ ചെളി കഴുകിക്കളയല്ല, അങ്ങനെ ധരിക്കരുത്. ആ നിലയിലേക്ക് താഴേക്ക് ഇറങ്ങിച്ചെല്ലുവാൻ നമുക്ക് കഴിയുമ്പോൾ പുരുഷനും വലുതാകുന്നു, പുരുഷ സങ്കല്പവും വലുതാകുന്നു. സ്ത്രീയെ ആദരിക്കാൻ, സ്ത്രീയെ ഉൾക്കൊള്ളുവാൻ, സ്ത്രീയെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് വാത്സല്യിക്കുവാനും സ്നേഹിക്കുവാനും ഒരു പുരുഷന് കഴിയുമ്പോൾ അവിടെ ജീവിതം പൂർണ്ണമാകുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇങ്ങനെയൊരു ചടങ്ങ് കേരളത്തിന് മാത്രമല്ല ഭാരതത്തിൽ തന്നെ ഒരു പക്ഷേ ഒരിടത്തും നടക്കാറില്ല. നമ്മളൊക്കെ പല ക്ഷേത്രങ്ങളും സന്ദർശിക്കാൻ, അവിടെയൊക്കെ പല പല ചടങ്ങുകളുണ്ട്. അത് ഇല്ല, മോശമെന്ന ആ അർത്ഥത്തിലല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഇങ്ങനെ ഒരു ചടങ്ങ് മറ്റൊരിടത്തും നടത്തുന്നില്ല. അപ്പോൾ ഇതെന്തിനാണ് നടത്തുന്നത് എന്ന് നമ്മൾ ചിന്തിക്കണം. അതോടൊപ്പം ചക്കുളത്തുകാവിന് സ്ത്രീകളോടുള്ള സങ്കല്പം എന്താണ് എന്ന് നിങ്ങൾ സ്വയം ബോധ്യപ്പെടണം. അമ്മമാരെ എങ്ങനെയാണ് ഭാരതീയ ആചാര്യന്മാർ ദർശനത്തിൻ്റെ കണ്ണാടിയിലൂടെ ഇതുമായി ബന്ധപ്പെട്ടവർ നോക്കിക്കാണുന്നത് എന്ന ഒരു തലത്തിലേക്ക് നമ്മൾ പോകണം. അത് നിസ്സാര കാര്യമല്ല. കാരണം അമ്മ തന്നെ മഹാഭഗവതിയല്ലേ, സദാശിവ മഞ്ചത്തിൽ ഇരിക്കുന്ന അമ്മ. അമ്മയെ തന്നെ വിളിക്കുന്നത് എന്താ? മാതാവേ എന്നല്ലേ. ഓം മാതൃകാവർണ്ണരൂപിണ്യൈ നമ അല്ലേ? ലളിതാ സഹസ്രനാമത്തിലെ ഒരു പദം എന്തുവാ? ഓം മാതൃകാവർണ്ണരൂപിണ്യൈ നമ. അമ്മയുടെ ഭാവത്തിലിരിക്കുന്ന ദേവിയെ. ആരുടെ അമ്മയാ? നമ്മുടെ അമ്മ മാത്രമല്ല, ഈ പ്രപഞ്ചത്തിൻ്റെ തന്നെ അമ്മയായിരിക്കുന്ന, വർത്തിക്കുന്ന, വിരാജിക്കുന്ന ദേവിയെ നമസ്കരിക്കുന്നു. അപ്പോൾ പ്രപഞ്ച മാതാവായിട്ടാണ് ദേവിയെ നമ്മൾ കാണുന്നത്. ആ പ്രപഞ്ച മാതാവിൻ്റെ കുഞ്ഞുങ്ങളായ സജീവ ഭാഗമായ അമ്മമാരെയാണ് ഇവിടെ കാല് കഴിക്കുന്നത്. അമ്മയുടെ കുഞ്ഞുങ്ങളെയാണ് കാല് കഴിക്കുന്നത്. അതാണ് ഇവിടെ ചെയ്യുന്നത്. അത് ആകാശം പോലെ വിശാലമായ, ആഴി പോലെ, സമുദ്രം പോലെ ആഴമുള്ള ഒരു ദർശനമാണ്. പറയാൻ എളുപ്പമാണ്, ജീവിതത്തിൽ പ്രായോഗികമാക്കാൻ ബുദ്ധിമുട്ടാണ്. നമുക്കൊക്കെ നമ്മുടെ യാത്രയിൽ ഏറ്റവും വലിയ തടസ്സം എന്താ? ഞാൻ എന്ന ഭാവമാണ്, അല്ലെ? ഈഗോയിസം എന്ന് പറയും, അല്ലേ? ഇപ്പം നമ്മൾ പറയാ, ആണ്ട് അയാളുടെ കാലൊന്ന് കഴിക്കാൻ പറഞ്ഞാൽ, ഓ ഞാനോ? ഞാൻ ആരാന്നറിയോ? പ്രഭാഷണം കടന്ന് ഞാൻ കാല് കഴിക്കാൻ, അയാൾ വേണം എൻ്റെ കാല് കഴിക്കാൻ, അല്ലേ? ഇതല്ലേ നമ്മുടെ ഭാവം. എൻ്റെയും കൂടെ മനസ്സിതല്ലേ. ഞാനങ്ങനെ താഴത്തൊന്നുമില്ല. പൊക്കമില്ലാത്തതാണ് എൻ്റെ പൊക്കമെന്നറിയുന്നു ഞാൻ. പൊക്കം എനിക്കില്ല എന്ന് പറയുമ്പോഴാണ് ആകാശം മുട്ടയുള്ള പൊക്കത്തിലേക്ക് ഞാൻ വളരുന്നത്. മനസ്സുകൊണ്ടുള്ള വളർച്ചയാണ് നാരീപൂജ. വാചകം ആവർത്തിക്കുകയാണ്, മനസ്സുകൊണ്ടുള്ള വളർച്ചയാണ് നാരീപൂജ. ആകാശത്തെ സ്പർശിക്കുന്ന മാനസിക വികാസത്തിൻ്റെ, ദർശന സൗഭാഗ്യത്തിൻ്റെ, ദർശന പൂർണിമയുടെ, ചാരുതയുടെ, ഭംഗിയുടെ, സൗന്ദര്യത്തിൻ്റെ ഒക്കെ ബാക്കി പത്രമാണ് ഇനി ഇവിടെ നടക്കാൻ പോകുന്ന നാരീപൂജ. പിന്നെ നമ്മൾ ഒരർത്ഥത്തിൽ നമ്മൾ വലിയ ഭാഗ്യവാന്മാരല്ലേ. ഇങ്ങനെയൊക്കെയുള്ള ചടങ്ങിൻ്റെ ഭാഗമായിട്ട് ഇവിടെ എത്താൻ നമുക്ക് കഴിഞ്ഞില്ലേ. നമ്മളെ ഇവിടെ കൊണ്ട് തന്നില്ലേ. അതിനമ്മയെ നമസ്കരിക്കുക. എല്ലാവരും ഈ നാരീപൂജയുടെ മഹത്വത്തെക്കുറിച്ച് ഓർക്കുക. അമ്മയുടെ കുഞ്ഞുങ്ങളാണ് നമ്മളൊക്കെ എന്ന് ഓർക്കുക. ചക്കുളത്തുകാവ് നിരന്തരം നടത്തിക്കൊണ്ടിരിക്കുന്ന
ഇത്തരം ആചാര ക്രമങ്ങൾക്ക് പ്രോത്സാഹനം കൊടുക്കുക, അതിൻ്റെ സജീവമായ സചേതനമായ ഭാഗമായി മാറുക. ഇവിടം കൊണ്ട് ഇത് അവസാനിക്കരുത്. എല്ലാ ആദ്യ വെള്ളിയാഴ്ചയും നിങ്ങളിവിടെ വരണം, അല്ലാത്ത സമയങ്ങളിലും വരണം. സമയമുള്ളപ്പോഴൊക്കെ ഇവിടെ വന്ന് ഭഗവതിയെ തൊഴുക, അല്ലാത്ത സമയങ്ങളിൽ വീട്ടിലിരുന്ന് മനസ്സുകൊണ്ട് തൊഴുക. ഭഗവതി അനുഗ്രഹം ഏറ്റുവാങ്ങുക. ഭഗവതി എല്ലാ ഭക്തജനങ്ങളെയും അനുഗ്രഹിക്കട്ടെ, എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അധികം വൈകാതെ നമ്മുടെ ഈ നാരീപൂജയുടെ ചടങ്ങുകൾ ഇവിടെ സമാരംഭിക്കും. അതിൻ്റെ ഭാഗമായിക്കൊണ്ട് അമ്മ ചൊരിയുന്ന അനുഗ്രഹ കടാക്ഷങ്ങൾ ഏറ്റുവാങ്ങുവാൻ നമുക്ക് കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.